ഒരിക്കൽ ധർമ്മിഷ്ഠനായ യുവരാജാവ് പരീക്ഷിത്ത് നായാട്ടിനായി യാത്ര ചെയ്യുകയായിരുന്നു. വനപാതയിലൂടെ സഞ്ചരിക്കവേ അദ്ദേഹം ഹൃദയഭേദകമായൊരു കാഴ്ച കണ്ടു. 3 കാലുകളും ഒടിഞ്ഞ് ദയനീയമായി കരയുന്ന ഒരു കാള അതിന്റെ 4ാമത്തെ കാലുകൂടി ഒടിക്കാനായി ഇരുമ്പു തൊപ്പിയും കുടിലമായ മുഖവുമുള്ള ഒരു അപരിചിതൻ അതിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. അധർമ്മം കണ്ട് സഹിക്കാനാവാതെ പരീക്ഷിത്ത് കോപാകുലനായി. അദ്ദേഹം തന്റെ വില്ലെടുത്ത് ആ അപരിചിതനെ വെല്ലുവിളിച്ചു. എന്റെ രാജ്യത്ത് ഈ നിസ്സഹായ മൃഗത്തെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? രാജാവിന്റെ രോക്ഷത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാനാവാതെ ആ അപരിചിതൻ പരീക്ഷിത്തിന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. രാജാവ് ചോദിച്ചു, നീ ആരാണ്? അയാൾ ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, പ്രഭു, ഞാൻ കലിയാണ്. ഈ യുഗത്തിന്റെ അധിപനാണ് ഞാൻ. അങ്ങ് ഈ കാണുന്ന കാള ധർമ്മമാകുന്നു. പരീക്ഷിത് രാജാവ് ഒന്ന് അമ്പരന്നു. കലി തുടർന്നു, മഹാരാജൻ, സത്യയുഗത്തിൽ ധർമ്മത്തിന് 4 പാദങ്ങളുണ്ടായിരുന്നു. ദാനം, ദയ, ശുചിത്വം, സത്യം. ത്രേതായുഗം വന്നപ്പോൾ ദയ നഷ്ടപ്പെട്ടു. ദ്വാപരയുഗത്തിൽ ദാനം ഇല്ലാതെയായി. ഇപ്പോൾ എന്റെ യുഗം കലിയുഗം ആരംഭിച്ചിരിക്കുന്നു. ഞാൻ ധർമ്മത്തിന്റെ 3ാം പാദമായ ശുചിത്വത്തെ നശിപ്പിച്ചു. ഈ 4ാം പാദമായ സത്യത്തെയാണ് ഞാനിപ്പോൾ തകർക്കാൻ ശ്രമിച്ചത്. പക്ഷേ അങ്ങയുടെ ഇടപെടൽ മൂലം എനിക്കതിന് സാധിച്ചില്ല. അതിനർത്ഥം ഈ കലിയുഗം ധർമ്മമെന്ന ഒറ്റക്കാലിൽ മാത്രം നിലകൊള്ളുന്നു എന്നായിരുന്നു. തുടർന്ന് തന്റെ യുഗത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കലി രാജാവിനോട് വിവരിച്ചു. മഹാരാജൻ, എന്റെ യുഗത്തിൽ മനുഷ്യരുടെ മനസ്സിൽ ദയയും നന്മയും വറ്റിവരളും. ഗുരുശിഷ്യബന്ധത്തിന്റെ മൂല്യം നശിക്കും. ബലവാന്മാർ ദുർബലരുടെ സമ്പത്തെല്ലാം കവർന്നെടുക്കും. കപട സന്യാസിമാർ നാടുവാഴും. അവർ ആഡംബരത്തിനായി കാഷായം ധരിക്കുകയും ഗീതയും പുരാണങ്ങളും പോലെയുള്ള പുണ്യഗ്രന്ഥങ്ങളെ സ്വന്തം സുഖത്തിനായി തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യും. ആളുകൾക്ക് അല്പം ധനമുണ്ടാകുമ്പോഴേക്കും അവർ അഹങ്കാരികളാകും. സ്ത്രീകൾ അവരുടെ കേശാലങ്കാരത്തിൽ അമിതമായി അഭിമാനിക്കും. പണമില്ലാത്ത ഭർത്താവിനെ ഭാര്യമാർ നിന്ദിക്കും. എത്ര നീചനായാലും പണമുള്ളവനെ ലോകം ബഹുമാനിക്കും. സമ്പാദിക്കുന്നതെല്ലാം വീടുണ്ടാക്കാൻ മാത്രം ചെലവാക്കും. ദാനധർമ്മങ്ങൾ മറക്കും. മഴ കുറയും. വയലുകൾ നികത്തപ്പെടും. ഭക്ഷണ സാധനങ്ങളിൽ സത്തുണ്ടാവുകയില്ല. കാമം, ക്രോധം, ഭയം എന്നിവയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് പ്രാധാന്യം കൂടും. കൊലപാതകങ്ങളും വഞ്ചനയും പ്രകൃതി ദുരന്തങ്ങളും വർദ്ധിക്കും. യുഗത്തിന്റെ അവസാനമാകുമ്പോഴേക്കും മനുഷ്യരുടെ ആയുസ് 20 വയസ്സായി ചുരുങ്ങും. ഇതെല്ലാം കേട്ട് ദുഃഖിതനായിരുന്ന പരീക്ഷിത് രാജാവിനോട് കലിയൊരു ആശ്വാസവാക്കും പറഞ്ഞു. പ്രഭു, എന്റെ യുഗത്തിൽ ഇത്രയധികം അധർമ്മങ്ങൾ ഉണ്ടെങ്കിലും ഒരു നന്മയുണ്ട്. സത്യയുഗത്തിൽ മഹത്തായ തപസ്സുകൊണ്ട് മാത്രം നേടിയിരുന്ന പുണ്യം കലിയുഗത്തിൽ അല്പമായ സത്പ്രവർത്തികൾ കൊണ്ടോ ഭഗവത് നാമം ജപിക്കുന്നത് കൊണ്ടോ നേടാനാകും. ഇതുതന്നെയാണ് പൂന്താനം ജ്ഞാനപ്പാനയിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചത്. യുഗം 4ലും നല്ലു കലിയുഗം, സുഖമേ തന്നെ മുക്തി വരുത്തുവാൻ. ഓം നമോ നാരായണ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി ഞെക്കി പിടിച്ച് നമ്മുടെ കുഞ്ഞു ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യുക. മറ്റൊരു കുഞ്ഞു കഥയായിട്ട് കാണുന്നവർക്ക് മിസ്റ്ററി സൈനിങ് ഓഫ്.